XCT 2026 എക്സ് ആൻഡ് വൈ സ്കോളർഷിപ്പ് കം എൻട്രൻസ് ടെസ്റ്റ് അതെന്താണ്? അത് ബാക്കിയുള്ള എക്സാം ആൻഡ് എക്സാംസ് NSMC പോലുള്ള എക്സാംസ് എന്താണ് ഇതിനൊരു ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ XCT 2026 അതിന്റെ ഫുൾ ഫോം തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എക്സ് ആൻഡ് വൈ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. അതായത് എക്സ് ആൻഡ് വൈയിലോട്ടുള്ള നിങ്ങൾക്ക് ഒരു എൻട്രൻസ്. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈക്ക് നിങ്ങൾക്ക് അല്ലാതെ ജോയിൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് എഴുതിയാലുള്ള നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ എക്സാം ഫ്രീ ആയിട്ടാണ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയാൽ നമുക്കറിയാം നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലേക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ XCT എഴുതിയിട്ട് നല്ല റാങ്കിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 0 ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സ്കോളർഷിപ്സ് അപ് ടു 50 lakhs 100% സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് പെർഫോമേഴ്സ്. നിങ്ങൾ XCTയിൽ ടോപ്പ് പെർഫോമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഫീസിൽ എക്സ് ആൻഡ് വൈയിൽ പഠിക്കാം. ഓക്കെ, ഇനിയോ ബാക്കി നിങ്ങൾ ടോപ്പ് പെർഫോമർ അല്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ റാങ്ക് കുറച്ച് പിന്നോട്ടായാലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനോടുള്ള ഒരു പരിചയം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയി എഴുതാനുള്ള ആ ഒരു മെനക്കെട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പരിചയം കിട്ടാനും കൂടി ഇത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ നമ്മൾ എന്തിനാ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ +1 +2 ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാംസ് നമുക്ക് എന്താണ് ഇനി എഴുതേണ്ടതാണ്. അപ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു തറക്കല്ലൊക്കെ ഇടുന്നത് നമ്മളെ ഈ ഒരു ചെറിയ ക്ലാസ്സുകളിലാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യേണ്ടത് JEEക്കും JEE അഡ്വാൻസ്ഡ് ഒക്കെ ചെയ്യേണ്ട പ്രോബ്ലംസ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യിക്കലാണോ? അല്ല, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ 6ലും 7ലും 8ലും 9ലും 10ലൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുക. പക്ഷേ അത് കുറച്ച് നല്ല അഡ്വാൻസ് ലെവലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കും. പ്ലസ് നിങ്ങളെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും കൂടി നന്നാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തിന് ബെനിഫിറ്റ് ചെയ്യും? നിങ്ങൾക്ക് കുറച്ചും കൂടി സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആവും. ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ +1 പോകുമ്പോൾ നമുക്ക് ആ ഒരു വാസ്റ്റ് സിലബസ് ചേഞ്ച് ഉണ്ട്. നിങ്ങൾ +1 ജോയിൻ ചെയ്താൽ നിങ്ങളെ ചേട്ടന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും. 10ാം ക്ലാസ്സിന് +1 പോകുമ്പോൾ ഒരു വാസ്റ്റ് സിലബസ് ചേഞ്ച് ഉണ്ട്. ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. ഫൗണ്ടേഷൻ ചെയ്ത കുട്ടികൾക്ക് ആ ഒരു സിലബസ് ചേഞ്ച് ഫീൽ ചെയ്യില്ല. കാരണം +1 എന്താണ് പഠിക്കേണ്ടത് അത് നമ്മളെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ല വൃത്തിക്ക് നമ്മളെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫൗണ്ടേഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സസ് ലീഡ് ചെയ്യുന്നത് IITians, NITians, ഡോക്ടേഴ്സ്, ഓക്കെ, അതുപോലെ ISS പോലുള്ള സ്ഥാപനങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിന് 2 റൗണ്ട് ആണുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2 2 ദിവസങ്ങളായിട്ടാണ് എക്സാം നടക്കുക. May 2നും May 6നും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇത് രജിസ്ട്രേഷൻ ഫ്രീ ആണ്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളോടി ഒന്ന് നോക്കാം. ഓക്കെ, 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്, എക്സാം എഴുതാൻ പറ്റുന്നത്. 10ാം ക്ലാസ്സിലുള്ളവർക്കില്ല. കാരണം എന്താ, 10ാം ക്ലാസ്സിലുള്ളവരെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞവർ ഇനി +1 ഓക്കെ, അപ്പോൾ ഇക്കൊല്ലം 10ാം ക്ലാസ് പഠിക്കേണ്ട കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഓക്കെ, സ്കോളർഷിപ്പ് ഉണ്ട്. ഓക്കെ, കൂടാതെ ചിലപ്പോൾ നിങ്ങൾ ടോപ്പ് പെർഫോമർ ആണെങ്കിൽ നിങ്ങൾക്ക് 100% ഫീ വേവറും ഉണ്ടാകും. ഓക്കെ, സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇതിൻ്റെ എന്ത് കൊടുക്കുന്നുണ്ട്, ലൈവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ വാച്ച്. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ക്ലാസ് 9 എന്ന് പറഞ്ഞ ചാനലിൽ പോവാം. അവിടെ ലൈവ്സിൽ നോക്കിയാൽ XCT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ XCT ലൈവ് എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഓരോ സബ്ജക്റ്റിനും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ്. ഓക്കെ, പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലബസും കൂടി ഒന്ന് പരിചയപ്പെടാം. സോ ഡൗൺലോഡ് PDF അടിച്ചാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് നോക്കുക, അവിടെ അതിൻ്റെ സിലബസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് എക്സാമിന് പോകുമ്പോഴും അതിൻ്റെ സിലബസ് അറിയൽ നിർബന്ധമാണ്. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലാണ്, 9ാം ക്ലാസ്സിലോട്ടുള്ള XCT ആണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതായിരിക്കും നിങ്ങളുടെ സിലബസ് മോസ്റ്റ്ലി. ഓക്കെ, കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതിയാലേ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ വെൽ. ഓക്കെ, പ്ലസ് ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ദാറ്റ് വർക്ക്സ്. ഓക്കെ, ഇനി സോ ഇതൊക്കെയാണ് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, 100% സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് റാങ്കേഴ്സ്, ഫീ വേവേഴ്സ്, ഓക്കെ, പാർഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഹൈ സ്കോറേഴ്സ്, പ്രയോറിറ്റി ആക്സസ് ടു അഡ്വാൻസ്ഡ് അക്കാഡമിക് മെന്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളെ പലപ്പോഴും നമ്മളെ ഫൗണ്ടേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്,
മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സാമിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. വൺ മെൻറ്റർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെന്താ മെൻറ്റർഷിപ്പിൻ്റെ പ്രത്യേകത? നിങ്ങൾ എപ്പോഴും ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഗൈഡൻസ് നിർബന്ധം. ഓക്കെ, ഫാക്കൽറ്റീസ് അല്ലാതെ എപ്പോഴും നിങ്ങളായിട്ട് കോണ്ടാക്റ്റിലുള്ള ഒരാളെ ഉണ്ടാകും. ഓക്കെ, സോ അത് നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജോയിൻ XCT 2026. നിങ്ങൾ ഇവിടെ ഡീറ്റെയിൽസ് അടിക്കാം. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് രജിസ്റ്റർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സാം. ഓക്കെ, 0 ഫീസാണ്. ഓക്കെ, എല്ലാവർക്കും എക്സാം എഴുതാം. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ മര്യാദക്ക് പഠിച്ചില്ല, അപ്പോൾ ഇത് എഴുതിയാൽ എന്തായാലും വലുതായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിലും യു ക്യാൻ റൈറ്റ് ദിസ് എക്സാം ബിക്കോസ് ദിസ് വിൽ ഗിവ് യു ആൻ എക്സ്പോഷർ ടു കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, സോ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു എക്സ്പോഷർ തരും. ഇതിൻ്റെ ഒരു ഐഡിയ, ഇങ്ങനത്തെ എക്സാംസുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊക്കെ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം എക്സാമുകൾ, മോഡൽ എക്സാമുകൾ എഴുതുന്നത് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ഓൾ ദി ബെസ്റ്റ്.